മൂന്ന് തരം സിനിമകളുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മൂന്ന് തരം സിനിമകൾ. വാണിജ്യ വിജയം നേടുന്ന സിനിമകൾ, പുരസ്കൃതമാകുന്ന സിനിമകൾ, മൂന്നാമത്തെ വിഭാഗം നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടുന്ന സിനിമ. പുരസ്കൃതമാകുന്ന സിനിമകൾക്കും വാണിജ്യ വിജയം നേടുന്ന സിനിമകൾക്കും അതാത് കാരണങ്ങളുണ്ട്. പക്ഷെ മനസ്സിൽ ഇടം നേടുന്ന സിനിമകൾ അതിന് കാരണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. ഒരിക്കൽ ആ സിനിമ മനസ്സിൽ ഇടം നേടിയാൽ എക്കാലവും അത് മനസ്സിൽ തന്നെ നിലനിൽക്കും. അങ്ങനെയുള്ള രണ്ട് സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ള രണ്ട് സിനിമ, അദ്ദേഹം 3 സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരിക്കലും മനസ്സിൽ മരിക്കാത്ത ഓർമ്മയായി നിൽക്കുന്ന 2 സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണ് സന്തോഷ്. ഈ 2 സിനിമകൾ മതി ഒരു 100 സിനിമകൾ ചെയ്തതിന്റെ എഫക്ട് ഈ 2 സിനിമകൾക്കും അദ്ദേഹത്തിന്റെ ഈ 2 സിനിമകൾക്കും ഉണ്ടെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഇവന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൽ അദ്ദേഹം ആദ്യം ചെയ്ത അക്കരെ എന്ന് പറയുന്ന സിനിമ. എന്റെ ഫേവറേറ്റ് മാത്രമല്ല, അച്ഛൻ്റെയും വളരെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായിരുന്നു അക്കരെ എന്ന് പറയുന്ന സിനിമ. അദ്ദേഹത്തിന് വ്യക്തിപരമായി ശശി സാറിനോട് വളരെ വലിയ ഇഷ്ടവും വാത്സല്യവും ഉണ്ടായിരുന്നെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. 1984 ആണ് അക്കരെ ഇറങ്ങിയത്. അന്ന് എനിക്ക് 12 വയസ്സാണ്. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ആ ഏരിയയിൽ തന്നെ ആദ്യമായിട്ട് VCR VHS കാസറ്റും കൊണ്ട് കാണുന്നത് അച്ഛൻ ബഹറിലൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഹിറ്റാച്ചിയുടെ ഒരു VCR വാങ്ങിക്കൊണ്ടുവരും. അത് ലോകത്തിലെ വലിയൊരു മഹാത്ഭുതമായി പെട്ടെന്ന് തന്നെ മാറുകയും എല്ലാവരും എൻ്റെ കസിൻസും ബന്ധുക്കളും എല്ലാവരും സിനിമ കാണാൻ വരികയും അവരുടെ മുമ്പിൽ ഒരു പ്രൊജക്ടർ ഓപ്പറേറ്റുന്ന പോലെ ഇന്ന് ഞാൻ ഓരോ തവണയും അവൈലബിൾ ആയിട്ടുള്ള 3 സിനിമകൾ അച്ഛൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് 3 സിനിമകളും കാണിക്കുന്നത് വലിയൊരു പതിവാണ്. ഇതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ സിനിമ റെയിൻസ് ഓഫ് റാഞ്ചിപ്പൂർ എന്ന് പറയുന്ന സിനിമയാണ്, റിച്ചാർഡ് ബാർട്ടൺ അഭിനയിച്ച സിനിമ. രണ്ടാമത്തെ സിനിമ ചെന്നൈ, മൂന്നാമത്തെ സിനിമ അക്കരെ. അപ്പോൾ അന്നത്തെ കുട്ടിക്കാലത്ത് ഓബ്വിയസ്ലി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഇംഗ്ലീഷ് സിനിമയായിരിക്കും, പ്രത്യേകിച്ച് ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ റെയിൻസ് ഓഫ് റാഞ്ചിപ്പൂർ ഒരുപാട് തവണ കണ്ടു. അത് കഴിഞ്ഞ് സെക്കൻഡ് ചോയ്സ് ഒരു ബിഗ് മലയാളം ഫിലിം എന്നുള്ളതിൽ ചെന്നൈ ഒരുപാട് തവണ കണ്ടു. അതിൻ്റെ എല്ലാ സീൻസും എല്ലാ ഡയലോഗ്സും എല്ലാ സംഗീത ശകലങ്ങളും എല്ലാം ഓർമ്മയും. അപ്പൊ അങ്ങനെ എനിക്ക് ഒരിക്കൽ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു, നീ അതൊരു 3ാമത്തെ സിനിമ ഞാൻ കൊണ്ടുവന്നു, അതാരെയും കാണിക്കുന്നില്ല, നീ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു അത് ഒരു സ്ലോ ഫിലിമല്ല, സ്ലോനെസ് ഇസ് നോട്ട് എ ക്രൈം എന്നാണ് അച്ഛൻ പറഞ്ഞത്. ആ സിനിമ എടുത്തിട്ടാണ് എനിക്ക് പ്രിയപ്പെട്ട സിനിമയാണ്, അത് നീ കാണുക, വരുന്നവരെ കാണിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് അക്കരെ എന്ന് പറയുന്ന സിനിമ ഞാൻ ആദ്യമായിട്ട്. ഞാനിപ്പോ ഒരു സിനിമാക്കാരനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായ വിരലിലെണ്ണാവുന്ന സിനിമകളിൽ ഒന്നാണ് ശശി സാറിന്റെ അക്കരയുള്ളത്. 1984 80കളുടെ തുടക്കത്തിലും 70കളുടെ അവസാനത്തിൽ 80കളുടെ തുടക്കത്തിലും ഗൾഫ് ബൂം നടന്നിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മലയാള നാടിന്റെ ഒരു നേർചിത്രം കാണണമെങ്കിൽ നിങ്ങൾ ഇതിനു ശേഷം ആ സിനിമ മനസ്സിലാവുന്നു. 1984 കേരളം എന്തായിരുന്നു, 1984 മലയാളിയുടെ കാമനകൾ എന്തായിരുന്നു, അവന്റെ ദുരാഗ്രഹങ്ങൾ എന്തായിരുന്നു, അവന്റെ ജീവിത താളം എന്തായിരുന്നു, അതിന്റെ സംഗീതം എന്തായിരുന്നു എന്നറിയണമെങ്കിൽ ഈ ഒറ്റ ചിത്രം കണ്ടാൽ മതി. ഞാൻ വേറെ ഒരു സിനിമയും നടക്കുന്നില്ല. ഈ ഒരു ദിവസം ഒരു കാലഘട്ടത്തിന് അതിന്റെ സംഗീതാത്മകമായും സിനിമാറ്റിക്കായും അതിന്റെ താളം ഉൾക്കൊണ്ടും അതിന്റെ ജീവിതചര്യ മനസ്സിലാക്കിയും എടുത്തിട്ടുള്ള വിരളം സിനിമകളിലൊന്നാണ് അക്കരെ എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. അന്ന് ആദ്യം കണ്ടതിന് ശേഷം ഞാൻ വരുന്നവരെയൊക്കെ ഈ സിനിമ ഇട്ട് കാണിക്കുകയും മറ്റ് 2 സിനിമകളെ പോലെ മനസ്സിൽ എക്കാലവും ഇതിന്റെ ഓരോ മൂമെന്റ്സും ഓരോ ഡയലോഗ്സും ഇതിന്റെ ഓരോ ക്യാമറ മൂവ്മെന്റ്സും അഭിനയ വിമർശനങ്ങളും എല്ലാം പച്ചകുത്തിയ പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്.
ആ നിലയ്ക്ക് ഈ സാഹചര്യത്തിലൊക്കെ വരുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്ത ശശി സാറിന്റെ ഗ്രേറ്റ്നസിനെ കുറിച്ച് ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞത് നല്ല വലിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഈ അവസരം എനിക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ സംഘാടകരോടും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഈ സിനിമ നിങ്ങൾ കാണുക, മഹാനായ ചലച്ചിത്രകാരൻ എന്താണെന്ന് മനസ്സിലാക്കുക. അത് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു.